എന്തിനു പഠിക്കണം, ആ രീതിയായിരുന്നു, ആറ്റിറ്റ്യൂഡായിരുന്നു. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കണ്ട, നമുക്കിനി അവസരം ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ മനസ്സിലൊരു കോമ്പറ്റീഷനാണ് എന്ന് ചിന്തിച്ച് ഞാനത് ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ ഗുഡ് വേ ടു ഡു ഇറ്റ്. ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു എക്സാം ഹാക്ക് ചെയ്യുക? Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം KS-ൽ സ്ട്രീം 3-ൽ 4th റാങ്ക് നേടിയ അനുപം എസ് ആണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനുപമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അനുപം. ഹലോ സർ. KS സ്ട്രീം 3-ൽ റാങ്ക് 4, ആ റിസൾട്ട് വന്ന നിമിഷം അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് അതൊന്ന് പറയാമോ? സർ, KS സ്ട്രീം 3-യുടെ റിസൾട്ട് ഞാൻ നേരിട്ടല്ല നോക്കിയത്. ആസ് യൂഷ്വൽ എനിക്ക് സ്ഥിരം പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ഓഫീസിൽ ആയിരുന്നു റുട്ടീൻ ജോബുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നു, ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ഒരു റാങ്ക്, അതായത് ഷോർട്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിലിങ്ങനെ പെട്ടെന്ന് കണ്ടു റാങ്ക് ലിസ്റ്റ് വന്നു എന്ന്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും സ്ട്രീം 1ഉം 2ഉം മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്. കാരണം നമ്മൾ മെയിൻ ലിസ്റ്റ് വന്നപ്പോഴും ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും നോക്കുന്നുണ്ടായിരുന്നു. കാരണം സ്ട്രീം 1, 2 വന്നു, 3 വന്നില്ല. അപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തെന്ന് തോന്നുന്നു അന്നത്തെ ഒരു ഓർമ്മ. അപ്പം ഞാൻ വിളിച്ചു, ഇപ്രാവശ്യം ഇത് തന്നെ. അന്നും ഇതുപോലെ ഉറക്കം പോയി, ഇന്നിങ്ങനെ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചു. അങ്ങനെ 1ാം റാങ്ക് കിട്ടിയ രജീഷിനെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചേടാ, അപ്പം ഞാൻ മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, അവനും കൂടെ കുറച്ച് ടെൻഷൻ അടിക്കേണ്ടത് വിചാരിച്ച് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ സ്ട്രീം 1ഉം 2ഉം വന്നിട്ടുണ്ട്, നമ്മുടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളിക്ക് ആദ്യമായി, ആണോ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ മിണ്ടില്ല? അപ്പോൾ സാധാരണ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടില്ല. അപ്പം പറഞ്ഞു, എടാ ഞാൻ ലാപ്ടോപ്പിനാണ്, മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞു, ലാപ്ടോപ്പിലാണെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എടാ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വന്ന് ഇങ്ങനെ അവനിങ്ങനെ നോക്കി. ഞാൻ ചെന്തടാ പറ. ഒന്നില്ല ഭാഗ്യം. ഞാൻ ചെന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 1ാം റാങ്ക് ഉണ്ട്, നിനക്കുണ്ട് 4ാം റാങ്ക് ഉണ്ട്, നീ ഉണ്ടോ ഇല്ലയെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കേട്ട് ഉണ്ടാ, ശരി, ആ രീതിയായിരുന്നു. ശരിക്കും മെയിൻസിനും ഇതുപോലെ ആയിരുന്നു. മെയിൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴും അദ്ദേഹം തന്നെയാണ് എൻ്റെ റിസൾട്ട് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ രജീഷിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ രജീഷും അനുപമും കൂടെ ഒരുമിച്ചായിരുന്നു അല്ലേ പഠിച്ചിരുന്നത്? അതെ. അപ്പോൾ ഈ ഒരു ഒരുമിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡി, അതിൻ്റെ അഡ്വാൻറ്റേജസ് അതെന്തൊക്കെയായിരിക്കും? രജീഷ് പഠിച്ച സമയത്ത് ഞാനും രജീഷും തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഇനിഷ്യലി. കാരണം തുടങ്ങിയ സമയത്ത് 5 സീറ്റ് 10 സീറ്റേ ഉള്ളൂ, എന്തിനു പഠിക്കണം, ആ രീതിയായിരുന്നു, ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോഴത്തേക്കും രജീഷ് എന്നെ വിളിച്ചു. രജീഷ് വിളിച്ചിട്ട് ഒരു ദിവസം ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഉഴപ്പാണ്, ഉഴപ്പെന്ന് വെച്ചാൽ ജസ്റ്റ് തുടങ്ങിയെന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എടാ നീ എന്തായാലും തുടങ്ങിയില്ലേ, പഠിക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ പിന്നെ എന്താണ്, അത് നോക്കാം, കിട്ടും, ചിലപ്പോൾ കിട്ടും, നമുക്ക് നോക്കാം, എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കണ്ട, നമുക്കിനി അവസരം ഉണ്ടാവില്ല, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഞാനത് തുടങ്ങുമെന്ന് വിചാരിച്ചു. മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നും പറഞ്ഞൊരു നവംബറിലെങ്ങാണ്ട ഒരിതുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ NCERT ടെക്സ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ UPSC പാറ്റേണിൽ പോയതുകൊണ്ട് ആ ഒരു ഇതിൽ NCERT ടെക്സ്റ്റിൻ്റെ എല്ലാം കൺസൈസ് നോട്ട്സ് എഴുതി വെച്ചായിരുന്നു, ബൈ ഹാൻഡ് തന്നെ എഴുതി. അപ്പോൾ ആ രീതിയിൽ പൊക്കൊണ്ടപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു, എടാ എന്തായാലും നോക്കാം, നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സമയത്ത് പ്രിലിംസിന് ഇദ്ദേഹം രജീഷ് ഫോർച്യൂണിലെ എക്സാം ഇതിൽ മെയിൻസ് ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇൻറ്റൻസിഫൈ ചെയ്തു. അത് പല രീതിയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഈ പറയുന്ന മെയിൻസിൻ്റെ പാറ്റേൺ പേപ്പറും എടുത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ ഡിസ്കഷൻ തുടങ്ങി. കാരണം രജീഷ് പത്തനംതിട്ടയിലാണ്, അപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനുശേഷം പിന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്ത്, വൈഫിൻ്റെ വീട് തിരുവനന്തപുരം ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് നമ്മുടെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, നമുക്ക് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്നതിൽ നിന്നും ഇരട്ടി നമുക്ക് പറ്റും, പ്രൊവൈഡഡ് വി ഹാവ് എ പെയർ ഹൂ ഈസ് സെൽഫ്ലെസ്. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു കോമ്പറ്റീഷനാണ് എന്ന് ചിന്തിച്ച് ഞാനത് ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ ഗുഡ് വേ ടു ഡു ഇറ്റ്. അപ്പം നമ്മൾ ഇപ്പോൾ എനിക്ക് കിട്ടിയതിൽ ചില നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റിയാണ്. അതല്ല വേണ്ടത്. നമ്മൾ
അവൻ കേൾക്കാത്തത് ഞാനും പറഞ്ഞു, ഞാൻ കേൾക്കാത്ത അവനും പറഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കെയിം എ ഗുഡ് തിങ്. എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരേ മെൻറ്റാലിറ്റി ഉള്ള രണ്ടുപേരും കയറണമെന്ന് ചിന്തിക്കണം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് കളിയാക്കി പറയുന്നുണ്ട്, എടാ നിനക്ക് 1-ാം റാങ്ക്, എനിക്ക് 2 വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഓൾറെഡി ഒരു ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്, അത് കേരള ഗവൺമെൻറ്റിൽ ഒരു നല്ല ജോലിയാണ്, റൈറ്റ്? അപ്പോൾ പലരും ആ ഒരു കംഫർട്ട് സോണിലായി പോവാം. പക്ഷേ അതിനപ്പുറം ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതിയെടുക്കണം, ആ ഒരു ഇച്ഛാശക്തി അതെങ്ങനെയാണ് വന്നത്? സാറേ, എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് IAS കിട്ടി. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട്, അദ്ദേഹവും ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ നോട്ട് ട്രൈ ചെയ്തുകൂടാ, എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? അങ്ങനെയാണ് ഡൽഹി പോയത്. പക്ഷേ ഡൽഹിയിൽ UPSC പ്രിപ്പറേഷൻ? അതെ, ഡൽഹി UPSC പ്രിപ്പറേഷൻ. ഏത് കൊല്ലമായിരുന്നു? 2012. എക്സാം കഴിഞ്ഞ് ഏകദേശം മാർച്ച് ആ റേഞ്ചാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഡൽഹി പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ്? ഡൽഹി പ്രിപ്പറേഷൻ ഒന്നും നമ്മളെ പറിച്ചു നട്ട പോലെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, താമസം ബുദ്ധിമുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സെല്ലാറിലാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അതിലൊരു 150 പേര് ഒരുമിച്ച് ക്രൗഡഡ് ആയിട്ടുള്ളൊരു എൻവയറമെൻ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ UPSC പ്രിപ്പറേഷൻ നമ്മൾ എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റി? ഒരു 6 months കൂടുതൽ പോയിട്ടില്ല. കാരണം അപ്പോഴത്തേക്കും അമ്മയ്ക്ക് വയ്യാണ്ടായി, ഷീ ഹാഡ് എ ഹെൽത്ത് ഇഷ്യൂ. ഓക്കെ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതെ. അപ്പം അതിനുശേഷം പിന്നെ കേരള PSCക്ക് ട്രൈ ചെയ്തു. കാരണം ദാറ്റ് ഡിമാൻഡഡ്, അതായത് എൻ്റെ അനിയൻ അന്ന് കോളേജിൽ കെയർ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു, ടു ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് ആസ് വെൽ ആസ് റൺ ദ ഫാമിലി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു റിസോർട്ടിലും ജോലിക്ക് കയറി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് ലീവ് എടുത്ത് അമ്മയുടെ കൂടെ പോവുകയായിരുന്നു ചെയ്തത്. ആ രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതിക്കൊണ്ട് പോയി നമ്മൾ പഠിക്കുകയാണ് കൂടുതൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ ആ PSC പ്രിപ്പറേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൈവറ്റ് റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് എത്ര PSC എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്? എത്ര ലിസ്റ്റ് വന്നിട്ടുണ്ട്? സാർ, എൻ്റെ ഓർമ്മ ഒരു 4 ലിസ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നു. അതന്നെ ലാസ്റ്റ് എഴുതിയ പരീക്ഷ, അതിനാണ് ഫസ്റ്റ് ജോലി കിട്ടിയത്. ഓക്കെ. അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അതുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പൽ സെക്രട്ടറി, അത് രണ്ടും സെയിം ലിസ്റ്റായിരുന്നു. പിന്നെ ബിവറേജസ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് വർക്കർ. ഓക്കെ. അപ്പോൾ 2012 തൊട്ട് 2017 വരെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കയറിയത് 2017 അല്ലേ? അപ്പോൾ ഈ 5 കൊല്ലം, ആ 5 കൊല്ലത്തെ സ്ട്രഗിൾസ്, കാരണം നമുക്കൊരു ജോലി ഉണ്ട്, അപ്പം അതിനിടയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ബാക്കി പലരും ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ആ ഒരു ചലഞ്ച് എങ്ങനെയാണ് ഫേസ് ചെയ്തത്? സാർ, അത് ബേസിക്കലി ഒരു ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാർ, എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു എക്സാം ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതൊരു ഇഷ്യൂ ഉണ്ട്. ആ സമയത്ത് പോലും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനെ കംപ്രസ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ടൈമിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും എക്സാമിൻ്റെ സമയത്ത് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഈ KSന് വന്നൊരു സമയത്ത് എനിക്ക് ഒരു 3-3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. വൈഫ് വാസ് വർക്കിംഗ് ഒരു 5 ഡിസ്ട്രിക്റ്റ് അപ്പുറം തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു ഫാക്ടറി ബേസ്ഡ് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് ഔഷധി എന്ന് പറയുന്നത് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് വീണ്ടും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നു. അനിയന് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു എക്സാമിന്, ചാർട്ടർ അക്കൗണ്ട് എക്സാമിന് പഠിക്കുന്നത്. അപ്പം വേറെ ആരെയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആലോചിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇതിനൊന്ന് ഷോർട്ട് ഫ്രെയിം ചെയ്ത്, അതായത് ഈവൻ ഓരോ മിനിറ്റും ഒരു ഗോൾഡ് കോയിന് തുല്യമായിരുന്നു. അപ്പം ഞാനിപ്പോൾ സാർ മെയിൻസിൻ്റെ സമയത്ത് എനിക്ക് വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കിട്ടിയാൽ നമുക്കൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു മെയിൻസിൻ്റെ ഒരു UPSCയുടെ ഒരു എക്സാമിന് നമുക്ക് കിട്ടുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഞാനൊരു 2 ക്വസ്റ്റ്യൻ എങ്ങനെയും അറ്റംപ്റ്റ് ചെയ്യും. അത് ഇപ്പം ലഞ്ച് ടൈം ആണെങ്കിൽ ആ ലഞ്ച് ടൈമിനെ കട്ട് ഷോട്ട് ചെയ്യും. ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ കൊണ്ട് കഴിക്കാൻ പറ്റുന്നതാക്കിയിട്ട് ബാക്കി 10 to 15 മിനിറ്റ്സ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ യൂട്ടിലൈസ് ഇറ്റ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് 2 or 3 മെയിൻസ് ക്വസ്റ്റ്യൻ.
ആ രീതിയിലാണ് പോയത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂറെങ്കിലും കിട്ടിയാൽ ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ആ രീതിയിലാണ് കൂടുതലും ടൈം മാനേജ് ചെയ്ത് തന്നെയാണ് പോകേണ്ടി വന്നത് സാർ. അനുപം, ഇപ്പോൾ നമുക്ക് 4th റാങ്ക് കിട്ടിയത് സ്ട്രീം 3-ലാണ് അല്ലേ? അപ്പോൾ പലരും സ്ട്രീം 1 ആണ് ഏറ്റവും ചാലഞ്ചിങ്, സ്ട്രീം 3 റിലേറ്റീവ്ലി ഈസിയർ ആണ്, കാരണം കോമ്പറ്റീഷൻ കുറവാണ് അല്ലേ? പക്ഷെ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം ആൾക്കാർ എളുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുഭവം എന്താ സാധാരണ പറയാറുള്ളത്? സർ, സ്ട്രീം 1 ഈസ് ഒബ്വിയസ്ലി ടഫ്. അതെ, കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷെ അവിടെ നമുക്ക് ഉള്ള 2-3 ഫാക്ടേഴ്സ് നമുക്കില്ല. ഒന്ന് ടൈമാണ്, 2 റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്, 3 വെച്ചാൽ നമ്മുടെ ചുറ്റിനുമുള്ളവരെ നമ്മൾ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, അത് റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ വരും. എന്നാൽ നമുക്ക് ഉള്ളവരെ നമ്മൾ കെയർ ചെയ്യാൻ വേണം ഒബ്വിയസ്ലി. പിന്നെ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റീസ് കുറഞ്ഞു വരുന്നൊരു പ്രായമാണ്. അപ്പോൾ സ്ട്രീം 3യെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് ടൈം മാനേജ്മെൻറ്റാണ്. ഒന്ന് നമ്മുടെ ജോലിയിൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ റെസ്പോൺസിബിളായിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെസ് അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളത് സോൾവ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിന്നെ ഒരു കാലത്ത് അത് റിസോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരാം. രണ്ടാമത്തെന്ന് വെച്ചിട്ട് ടൈം മാനേജ്മെൻറ്റിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ജോലി ഡിമാൻഡിങ് ജോലിയാണ്. കാരണം നമ്മൾ രാവിലെ 10 തൊട്ട് 5 വരെയുള്ള ജോലി അല്ല. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്ന ജോലി ചിലപ്പോൾ 7 മണി 8 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് എവിടെ ഗ്യാപ്പ് കിട്ടുന്നു ആ ഗ്യാപ്പിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രീമിയം അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. അത് ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഇപ്പോൾ എനിക്കൊരു 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അച്ഛനെന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഞാൻ മകനെന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞ പോലെ അമ്മയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഇടയ്ക്ക് വന്നാൽ അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എന്തായാലും നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരൊന്നും ബേൺ ഔട്ട് ആവരുത്, അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയെ നോക്കുക കുഞ്ഞ് നോക്കുക അവരൊന്നും ബേൺ ഔട്ട് ആവാതെ അവരെ സംരക്ഷിച്ച് നിർത്തണം. എസ്പെഷ്യലി എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ അവരും ഓൾഡ് ഏജിലാണ്. അപ്പോൾ അവരെല്ലാം ബേൺ ഔട്ട് ആവരുത് എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രീം 3 എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാതയും കൂടെ വെട്ടിയെടുക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു രീതി. അപ്പം ഇറ്റ്സ് നെവർ ഈസി. ഓഫ്കോഴ്സ് കോമ്പറ്റീഷൻ കുറവായിരിക്കാം സാർ, പക്ഷേ ആ ഒരു റേഞ്ചിലെത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മീറ്ററിലെത്തുക എന്ന് പറയുന്നത് അത് ചലഞ്ചിങ് തന്നെയാണ്. കറക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, ബേൺ ഔട്ട്. അതായത് ചുറ്റും നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ അവർ ബേൺ ഔട്ട് ചെയ്യാതെ നമ്മൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അനുപം സ്വയം ബേൺ ഔട്ട് ആവാതെ, കാരണം ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഓഫീസിലെ റെസ്പോൺസിബിലിറ്റി, വീട്ടിലെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ കൂടെ പഠിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സ്വയം ബേൺ ഔട്ട് ആവാതെ എങ്ങനെ ഇത്രയും നാൾ സസ്റ്റെയിൻ ചെയ്ത്? അതൊരു വലിയ ചോദ്യമാണ് സാർ. കാരണം എനിക്ക് തന്നെ എൻ്റെ ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റി, എനിക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും, എനിക്ക് എത്ര നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. കാരണം എനിക്ക് പണ്ടത്തെ പോലെ ഒരു ആരോഗ്യമില്ല, എൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു ഫോർച്ചുനേറ്റ് തിങ് ഹാപ്പൻ ദാറ്റ് ഐ കുഡ് ടേക്ക് സം ബേൺ ഔട്ട്സ്. എസ്പെഷ്യലി എൻ്റെ ഏറ്റവും വലിയ വെൻ്റ് ഔട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമ അതൊക്കെ ആയിരുന്നു. എന്നാൽ ഞാൻ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു പീരീഡ് ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലപ്പോഴും എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആക്ച്വലി ഹെൽപ്പ് മീ എ ലോട്ട്. കുറേ പേരുണ്ട്. കുറേ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നീ മുന്നോട്ട് പോകണം. ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പുള്ളി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടെ ഉള്ളൂ അതിൽ ഇറ്റ്സ് 8 months, ബട്ട് മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ തന്നു. പക്ഷേ അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് വെച്ചാൽ നിൻ്റെ പഠിത്തമായിരിക്കണം നിൻ്റെ വെൻ്റ് ഔട്ട്. ഇറ്റ്സ് എ വേ ഔട്ട്. ഇറ്റ്സ് ലൈക്ക് ചേഞ്ചിങ് ദ ലെവൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇയാൾ എന്നെ ആ ഫ്രണ്ട് പറഞ്ഞാണ്, അതായത് ഇയാൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതാണ് നിൻ്റെ വെൻ്റ് ഔട്ട്. നിൻ്റെ ഉത്തരങ്ങൾ, നിൻ്റെ മെയിൻസിൻ്റെ ഉത്തരമായിരിക്കണം നിൻ്റെ വെൻ്റ് ഔട്ട്. നിൻ്റെ ആ എക്സാമിൻ്റെ ആൻസർ എഴുതുന്ന ബ്യൂട്ടി ആയിരിക്കണം നിൻ്റെ സന്തോഷം. ആ രീതിയിൽ പറഞ്ഞു. ആൻഡ് ആക്ച്വലി സാർ, ആ മെയിൻസിൻ്റെ സമയത്ത് ഐ തിങ്ക് ഐ നിയർലി അറ്റംപ്റ്റഡ് 1000, ഏകദേശം 3000-നടുത്ത് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ആ 3000-നടുത്ത് ക്വസ്റ്റ്യൻ എഴുതുകയും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ട് അപ്പം അത്രയും ഏകദേശം ഒരു 4000 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പോഷർ വന്നു കഴിഞ്ഞു.
അപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ദിസ് ഷുഡ് ബിക്കം എ റിഫ്ലെക്സ്. അതാണ് സാർ. എവിടെ നിന്ന് നമുക്ക് ഇത്രയും ടൈം കിട്ടിയത്? ഒരു 3000-4000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് അതുപോലെ നേരത്തെ അനുഭവം പറഞ്ഞു, ഏറ്റവും പ്രീമിയം ആയിട്ടുണ്ടായിരുന്നത് ടൈമാണ്. അപ്പോൾ ഈ ജോലിക്കിടയ്ക്ക് എങ്ങനെ ഈ ടൈം കണ്ടെത്തി? ആക്ച്വലി ഞാൻ തുടക്കത്തിൽ പ്രിലിംസിൻ്റെ സമയത്ത് തന്നെ ഒരു മെയിൻസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയായിരുന്നു. ആ പ്രിലിംസ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 10 ദിവസമാണ് ശരിക്കും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. അതോടൊപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് കട്ട് ഷോട്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം എൻ്റെ കുട്ടി എന്നെ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം പുള്ളിയെ ഒന്ന് കറക്കാൻ കൊണ്ടുപോകും. കറങ്ങിയിട്ട് കൊണ്ടുവന്ന് പുള്ളിയെ ഒന്ന് മണിയടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്യും, പുള്ളി ആദ്യമൊക്കെ കരയുമായിരുന്നു. പിന്നെ പറഞ്ഞു അച്ഛൻ പഠിക്കാൻ പോകുന്നില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു 1-1.5 hours ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഫ്രീ ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ ഒരു 1 അങ്ങനെ ചേർത്ത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഡേ ഐ തിങ്ക് ഈ നുള്ളിപ്പിറക്കി എടുക്കുമ്പം എൻ്റെ സ്ലീപ്പ് ടൈം കുറവായിരുന്നു. അതിപ്പോഴും എനിക്ക് ആ ഇഷ്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 hours കൂടുതൽ ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. 5.5 hours ആകുമ്പോൾ എണീക്കുകയാണ്. ക്ഷീണമൊന്നുമില്ല, പക്ഷേ എത്ര കാലം പോകുന്നതാണ്, എന്നാലും ആ ഒരു രീതിയിലായിപ്പോയി. സോ ആ പറയുന്ന എല്ലാ ഗോൾഡ് കോയിൻസും ഞാൻ കളക്ട് ചെയ്തതാണ്. ഇപ്പം നമ്മളൊരു ഗെയിം കളിക്കുന്ന പോലെ. അപ്പോൾ ആ ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു അഗ്രിഗേറ്റ് ഒരു 7 hours എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിക്കും. അതായിരുന്നു സാർ എൻ്റെ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ. അങ്ങനെ ബേൺ ഔട്ട് ആവാതിരുന്നതിൻ്റെ മെയിൻ കാരണം ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ കുട്ടിയും എല്ലാം വരുമ്പോഴത്തേക്കും അതുപോലെ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കമ്പാനിയൻ എന്ന് പറയുന്നത് എൻ്റെ എക്സാം തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു 10,000-3000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതിയ ആൻസറിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല ഒരിക്കലും നമ്മൾ ലാസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആൻസറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവം ചെയ്തത്? സാർ, അത് നമ്മൾ ഇനിഷ്യലി എഴുതിയിട്ട് നമ്മൾ നോക്കും. ആദ്യം എഴുതിയിട്ട് പിന്നെ വായിച്ച് നോക്കണം. നമ്മൾ എപ്പോഴും എഴുതിയിട്ട് നമ്മൾ വിട്ടുകളാണ്. നമ്മൾ വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും അല്ലെങ്കിൽ ഇത് അത്ര പോരാ എന്ന് തോന്നും. പക്ഷേ നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ നോളജിന് ലിമിറ്റഡ് ആകുക. അത് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ആൾക്കാർ വേണം. അപ്പം എന്നെ കുറച്ച് UPSC ആസ്പിറൻസ് അല്ലെങ്കിൽ പോയിട്ട് മെയിൻസൊക്കെ ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. അവരെന്നെ ഫോർച്യുനേറ്റ്ലി ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു ഓക്കെ ദിസ് ഈസ് ഗുഡ്, സ്ട്രക്ചറുണ്ട്, പക്ഷേ ഇതിൽ കണ്ടൻറ്റ് കുറവാണ്, കണ്ടൻറ്റിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഇനീഷ്യലി കണ്ടൻറ്റ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ അവർ സ്ട്രക്ചർ വൈസ് അതിനെ ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും നല്ലൊരു മെൻറ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്കും ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദെൻ വി നോ ദാറ്റ് ദിസ് ഈസ് ദ ഫ്രെയിം വർക്ക്. അപ്പോൾ അത് ചിലപ്പം ചില ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ആയിരിക്കാം. ചില ക്വസ്റ്റ്യൻസിട്ട് നമ്മുടെ സൊല്യൂഷൻ ആയിരിക്കാം ചോദിക്കുന്നത്. എനിക്ക് പലപ്പോഴും PSCയുടെ ചോദ്യത്തിൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്തതിന് സൊല്യൂഷൻ കൂടെ എഴുതി. മോർ ദാൻ ഒരു അക്കാഡമിക് ലെവലിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സൊല്യൂഷൻ കൂടെ അതിൽ ഒരു സജസ്റ്റ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല, ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അതും കൂടെ എഴുതി. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ഫ്രെയിം വർക്കിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു എക്സാമിനേഷൻ ഡേ അതൊരു ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ് അല്ലേ? അപ്പോൾ അന്ന് ആ ഒരു മെയിൻസ് എക്സാമിൻ്റെ സ്റ്റേജിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അതെങ്ങനെ ഓവർകം ചെയ്തത്? സാർ, നമ്മൾ പല ടെസ്റ്റ് സീരീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മുൻ KSൻ്റെ പാറ്റേണിലായിരുന്നു. അപ്പം KSൻ്റെ മുന്നത്തെ പാറ്റേണിൽ 3 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഒരു 26-28 ക്വസ്റ്റ്യൻസ് വരുമെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 1/2 പേജിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്കറിയാം അത് അത്രയും എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ വാല്യൂ കിട്ടുകയാണ്. നമ്മളൊരു 1/2 പേജ് എഴുതുമ്പോൾ 3 മാർക്ക് കിട്ടുന്നു, എന്നാൽ നമ്മളൊരു 1.5 പേജ് എഴുതുമ്പോൾ നമുക്ക് 5 മാർക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ആദ്യം 3 മൊത്തം തീർക്കുക. അത് കഴിഞ്ഞിട്ട് പക്ഷേ എക്സാമിന് പോയപ്പോഴത്തേക്കും ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം പെട്ടെന്ന് 5 മാർക്കിൻ്റെ ഒരു 20 ക്വസ്റ്റ്യനാണ് വന്നത്. ആ 20 ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ഒന്ന് റിലാക്സ് ആയി. ഓക്കെ, യു ഹാവ് ഓൺലി 20 ക്വസ്റ്റ്യൻസ്, യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് 28 ക്വസ്റ്റ്യൻസ്. റിലാക്സ്ഡായി. പക്ഷേ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഞാൻ 10 മിനിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ 6 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി റിലാക്സ്ഡായിട്ട് നല്ലവണ്ണം ഉരുട്ടി ഭംഗിയായിട്ടൊക്കെ എഴുതി വന്ന് 1 മണിക്കൂറിൻ്റെ ബെല്ലടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയ്യിൽ നിന്ന് പോയത്. ഒരു 6.5 അത്ര എഴുതിയിട്ടുള്ളൂ ക്വസ്റ്റ്യൻ. ബാക്കി 14-13 ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. പക്ഷേ അവിടെയാണ് സാർ നമ്മുടെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഉപയോഗം വന്നത്. കാരണം നമുക്കറിയാം ഇത് ഫുള്ള് എഴുതിയില്ലെങ്കിൽ
ഇത് എഴുതി തീർത്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്യില്ലെങ്കിൽ എന്തായാലും വിൽ ബി ഔട്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ അങ്ങോട്ട് മനസ്സിനൊരു ഇത് വന്നു. നമ്മൾ ചറവറ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് തുടങ്ങി. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രെയിം ഉണ്ട്, ആ ഫ്രെയിം വർക്കിലേക്ക് ഏകദേശം വന്നു. പക്ഷേ എല്ലാം ഞാൻ പൂർണ്ണമായിട്ട് ആദ്യമേ എഴുതി തീർത്തില്ല എന്നുള്ളതാണ്. ഒരു ഹാഫ് എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3/4 എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി മേക്ക് ഷുവർ ദറ്റ് എവറി സ്പേസ് ഈസ് ഓൾമോസ്റ്റ് ഫിൽഡ്. വെറുതെ എന്തെങ്കിലും എഴുതി വെക്കുകയല്ല, ക്ലിയർ ആയിട്ട് സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് പേപ്പറിൽ എനിക്ക് അങ്ങനെ പൂർണ്ണമായ ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ സെക്കൻഡ് തേർഡ് ആയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ട് കറക്റ്റ് ആയിരുന്നു. തേർഡിലാണ് ഐ തിങ്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് പേപ്പർ കുഡ് ഹാവ് ബീൻ മൈ തേർഡ് പേപ്പർ. കാരണം ആ രീതിയിൽ വന്നു എന്നുള്ളതാണ്. അനുപമൻ, നമ്മൾ കൂടുതലും മെയിൻസിനെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പക്ഷേ നമുക്ക് പ്രിലിം സ്റ്റേജ് ഉണ്ട്, ഇൻ്റർവ്യൂ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിലിംസിലേക്ക് വരാം. ഇപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള അനുപമൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ആക്ച്വലി എൻ്റെ സ്ട്രാറ്റജി എപ്പോഴും മെയിൻസിനായിരുന്നു. അതെൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇനീഷ്യലി ഞാൻ വളരെ എലാബറേറ്റ് ആയിട്ട് ടൈം എടുത്ത് പഠിക്കുകയായിരുന്നു. പക്ഷേ പ്രിലിംസ് ഈസ് മോർ ഒബ്വിയസ്ലി ഒരു ഹാക്കാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം ഞാൻ ലാസ്റ്റ് വരെ ഈ പറഞ്ഞ പോലെ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ രജീഷ് പറയുന്നുണ്ടായിരുന്നു, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്ക്, അതേപോലെ എത്ര എണ്ണം വരുന്നുണ്ട് നോക്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വെറുതെ വിളിച്ചാണ്. എനിക്ക് തീരുന്നില്ല, ഇത് പഠിച്ചിട്ട് തീരുന്നില്ല. അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചോണ്ടിരിക്കുന്നു. നീ ഏൻഷ്യൻ ഹിസ്റ്ററി ഈ സമയത്താണ്, ഇനി 7 ദിവസം എന്തോ ഉള്ളൂ, എന്താ ചെയ്യാനാന്ന് വെച്ചു. ആകെ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷേ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് എന്നും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ മാർക്ക് വെച്ച് പഠിക്കുക, വെയിറ്റേജ് വെച്ച് പഠിക്കുന്നത്. ആൻഡ് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഏൻഷ്യൻ ഹിസ്റ്ററി നിർത്തിവെച്ചു. അതിനുശേഷം മലയാളം, ഇംഗ്ലീഷ്, പ്രധാനമായിട്ട് 2 ലാംഗ്വേജാണ് അതിൽ വരുന്നത്. ആ ലാംഗ്വേജ് രണ്ടും ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്തു. പിന്നെ ജിയോഗ്രഫി, അതുപോലെ എൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ്, പോളിറ്റി. അപ്പം ആ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ റീഇൻഫോഴ്സ് ചെയ്തു. പിന്നെ ഒരു പരിധി വരെ ഈ ഏൻഷ്യൻ ഹിസ്റ്ററിയും മറ്റ് ഹിസ്റ്ററികൾ എല്ലാം മാറ്റിവെച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചപ്പോഴത്തേക്കും ഐ ന്യൂ ദാറ്റ് കറക്റ്റായിട്ട്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി, കാരണം എൻ്റെ സബ്ജക്റ്റ്, എൻ്റെ ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആയതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കിട്ടി. എക്കണോമിക്സ് ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. എനിക്ക് 2ാമത്തെ പേപ്പർ എഴുതാൻ പേടിയായിരുന്നു. കാരണം ഇതിൽ കുറേയൊക്കെ കിട്ടിയെങ്കിലും അവിടെ എത്തുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു 85 ആയിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കട്ട് ഓഫ്, ഏകദേശം അതിൽ വന്നു. അപ്പം അത് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇത്തിരി ടഫായിരുന്നു. സെക്കൻഡ് പേപ്പർ വാസ് ഓക്കെ, ബട്ട് എക്കണോമിക്സ് കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനമായി. കുറേ മൊത്തം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. എന്നാലും കുറേയൊക്കെ കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് പ്രിലിംസിൻ്റെ ഒരു ഹാക്ക്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ എലാബറേറ്റ് ആവേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്തൊരു നമ്പറാണ്, ഇറ്റ്സ് എ നമ്പർ ഗെയിം. അതാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. നമ്മൾ പ്രിലിം സ്റ്റേജിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഉള്ളത് ഇൻ്റർവ്യൂ സ്റ്റേജാണ്. ഇൻ്റർവ്യൂ സ്റ്റേജിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? സർ, ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് ആദ്യം ഒരു 1-on-1 സെക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ, അഹങ്കാരം എന്ന് പറയുമ്പോൾ അറിയില്ല, ആ ഒരു ഇതിലാണ് വന്നത്. പക്ഷേ വാട്ട് ഐ സീ ദാറ്റ് അത് കഴിഞ്ഞ് വന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പാനലായിരുന്നു ഫോർച്യൂൺ അക്കാഡമി വച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട രാമേന്ദ്രൻ സാർ, റിട്ടയർഡ് IPS. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു IPS അല്ലെങ്കിൽ ഒരു IAS കേഡറിലുള്ള ഒരാൾ നമുക്കൊരു എക്സ്പോഷർ കിട്ടുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ഒരു വലിയൊരു ബിൽട്ടപ്പിലേക്ക് പോകുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഐ നീഡഡ് ടു ടെസ്റ്റ് മൈ ഹൗ വെൽ ഐ കുഡ് ഡു. കാരണം ഞാൻ എന്താണോ എന്നുള്ള രീതിയിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. റാദർ ദാൻ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കുറച്ചൊന്ന് മറച്ചു പിടിക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. സോ ആക്ച്വലി അതിനുശേഷം തുടക്കത്തിൽ തന്നെ എനിക്ക് പാളി. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കുറച്ച്. ഞാനതിന് വളരെ ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഒരു വിപ്ലവകാരി എന്നുള്ള രീതിയിൽ ഇത് ആൻസർ പറയുണ്ടായി, വിത്തൗട്ട് നോയിങ് ദ ആക്ച്വൽ സിനാരിയോ. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നില്ല, ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയുടെ ഒരു കേസായിരുന്നു. അപ്പം ഞാനതിന് എന്താണ് ഒരു ഓഫീസറിനുപരിയായിട്ടൊരു ആക്ടിവിസ്റ്റ് എങ്ങനെ പറയും എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞു. ആൻഡ് ദേ വർ റൈറ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അൾട്ടിമേറ്റ്ലി അവരെ കണ്ടുപിടിച്ചു ഇയാളൊരു ആക്ടിവിസ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സോ ഐ ഹാഡ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് ഓൾസോ. ബട്ട്
ഒബ്വിയസ്ലി ഗവൺമെൻറ് സെറ്റപ്പിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം അങ്ങനെ ഒരു ആക്ടിവിസം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഓഫീസർ തന്നെയാണ്. അപ്പം അതിനുശേഷം അച്ചു സാറുണ്ടായിരുന്നു. സാറ് വളരെ നല്ല രീതിയിൽ വളരെ പ്ലസൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്തു. ആൻഡ് ഇൻഫാക്റ്റ് എനിക്ക് PSCയിൽ പോയപ്പോഴും PSCയുടെ റിയൽ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഏകദേശം ആ ഒരു എൻവയറമെൻറ്റാണ് എനിക്ക് കിട്ടിയത് തന്നെ. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പോഷർ. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ഐഡിയയും പ്രോസസ്സും കിട്ടിയത്. സോ ദാറ്റ് ഐ വാസ് ഫോർച്യൂൺ ഇനഫ് ടു കം ടു ഫോർച്യൂൺ. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കേസ് ഇൻ്റർവ്യൂ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതിൽ എത്ര പാനലിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് പറയാമോ? കേസ് ഇൻ്റർവ്യൂവിൽ ഒരു ആറ് പാനലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ചെയർമാൻ ഉണ്ടായിരുന്നു. ചെയർമാൻ വിജയകുമാർ നായർ സാറായിരുന്നു. അതുപോലെ മറ്റ് പാനലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. സെക്രട്ടറി അനുപമ IAS ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മാഡം കൂടുതലും ഒരു മെഡിസിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ വന്നത്. പിന്നെ 2 പാനലിസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തം 6 പേരുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു വന്ന ക്വസ്റ്റ്യൻസ്? കൂടുതലും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. കൂടുതൽ ആയുർവേദത്തിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ആദ്യം തന്നെ ആയുർവേദത്തിൻ്റെ എങ്ങനെയാണ് ആയുസ് പറയുന്നത്, നിങ്ങൾ എങ്ങനെ ഒരു ഹെൽത്ത് പോളിസിയിൽ, ഇപ്പോൾ ആയുർവേദത്തിൽ ചില കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പം റെഡ് മീറ്റ് നല്ലതാണ്, മട്ടൺ ആ ഒരു ഇത് നല്ലതാണെന്നുള്ളൊരു ഇതുണ്ട്. അത് എങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യും, അത് നമ്മളൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ആൻസറാണ് കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മാം വന്നിട്ട് നമ്മുടെ കൂടുതൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിച്ചു. അനുപമ മാം ചോദിച്ചു, MGNRGയുടെ കാര്യം ചോദിച്ചു, പുതിയ ബില്ലിൻ്റെ കാര്യം ചോദിച്ചു, BBG റാംജി. അതുപോലെ പിന്നെ കൂടുതൽ ആയുർവേദമാണ് ചോദിച്ചത്. ആയുർവേദത്തിൽ മനസ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അതിൻ്റെ വ്യാപാരങ്ങൾ എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് ആയുർവേദ ടൂറിസത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു UPSCയിലും ഏകദേശം നമ്മൾ കേരളത്തിൽ നിന്ന് പോയാൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ചോദിക്കും. അപ്പം ആ രീതിയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതും നമ്മുടെ സ്റ്റേറ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതുമാണ് കൂടുതലും ചോദ്യം ഓറിയൻറ്റഡ് ആയിട്ട് വന്നത്. പിന്നെ ജോലിയുടെ കാര്യങ്ങൾ വീണ്ടും പോകാനുണ്ടായത്. എൻ്റെ ഹോബീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. നമ്മളൊരു ആയുർവേദ ഡോക്ടറായിട്ട് UPSC പ്രിപ്പറേഷനിലേക്കും പിന്നെ PSC പ്രിപ്പറേഷനിലേക്കും വന്നപ്പോൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തായിരുന്നു? ഏറ്റവും വലിയ ചലഞ്ച്, നമ്മളിപ്പം ഒരു മെയിൻ സ്ട്രീം സബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സബ്ജക്റ്റ് ഞാൻ പറയുന്നത് ഒരു കണ്ടംപററി ആയിട്ട് നമുക്ക് UPSCക്ക് വേണ്ട സബ്ജക്ട്സ് ഒന്നും ആയുർവേദത്തിലില്ല. ഒന്ന് നമ്മൾ സംസ്കൃത് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെതായാലും കൂടുതൽ മെഡിക്കൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ എൻ്റെ ഗ്രാമർ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. കാരണം മെഡിക്കൽ സബ്ജക്ട്സ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്, അവിടെ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടി വന്നത് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ്, ഈവൻ ആൽജിബ്ര അല്ലെങ്കിൽ എൻ്റെ പഴയ മൾട്ടിപ്ലിക്കേഷൻ സ്കിൽസ് അല്ലെ അഡീഷൻ സ്കിൽസ്. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ എങ്ങനെയൊന്ന് മറന്നുപോയി ഞാൻ. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ട് വരച്ച് പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, ആ രീതിയിൽ നിന്ന് തുടങ്ങി നമ്മൾ അവിടുന്ന് മുന്നോട്ട് വന്ന് ബേസിക്കിൽ നിന്ന് മാറി ഒരു SSC ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാർഗറ്റ്. എസ്പെഷ്യലി ഫോർ PSCക്ക് SSC ലെവലിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ വീണ്ടും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി വീണ്ടും പഠിച്ച് വന്നു. എല്ലാം സെൽഫ് ലേണിംഗ് ആയിരുന്നു ഇനീഷ്യലി. അതിനുശേഷം എന്നെ ഹെൽപ്പ് ചെയ്ത സാറുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ഗുരുതുല്യനാണ്, ബിജു സാറിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷും മാത്സും ആയിരുന്നു പ്രൈമറി. അപ്പോൾ ബാക്കി സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ്, ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് എല്ലാം ഓക്കെ ആയിരുന്നു. സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് കൂടുതലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് എനിക്കത് വലിയൊരു ചലഞ്ചായിട്ട് ഇനീഷ്യലി വന്നില്ല. എക്കണോമിക്സ് വാസ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഓൾ ടുഗദർ. സോ അത് ശരിക്കും പറഞ്ഞാൽ അത് UPSCയുടെ ബാക്ക്ഗ്രൗണ്ട് വന്ന് പഠിക്കുകയാണ് ചെയ്തത്. ഐ സ്റ്റാർട്ടഡ് വിത്ത് ദ 6 to 12 CBSE ബേസ് തൊട്ട് തുടങ്ങി. ആ ബേസ് തൊട്ട് തുടങ്ങിയിട്ട് പിന്നെയാണ് മുന്നോട്ട് ബിൽഡ് ചെയ്തത്. പോളിറ്റി ഓൾസോ വാസ് ഓൾ ടുഗദർ എ ഡിഫറെൻറ്റ് വേൾഡ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ഐ ഫീൽ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ജനറേഷനിൽ കുട്ടികളെ ഇൻസ്പയർ ചെയ്ത് പാരൻസ് തന്നെ വിടുന്നുണ്ട്. പക്ഷേ എങ്ങനെ നമ്മുടെ ജെൻഡർ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ നാട് വർക്ക് ചെയ്യുന്നു, ഐ തിങ്ക് വി ഷുഡ് നോ ദാറ്റ്. ഞാനൊരു സ്റ്റോറി ആഡ് ചെയ്താൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞോളൂ. ഞാൻ ഒരു
സൈക്കാട്രി നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ ഹൗസ് അറസ്റ്റ് സമയമാണ്. നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഡോക്ടറിൻ്റെ അവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ അടുത്തൊരു പുള്ളി പെട്ടെന്ന് വയലൻ്റായി. അപ്പോൾ വയലൻ്റായി പുള്ളിയെ പിടിച്ചുകൊണ്ട് പോകാം സെക്യൂരിറ്റി. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, എടാ തനിക്ക് ഇന്ത്യയുടെ ഗവർണർ ആരാന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കുറേ നേരം ചേടാ ഇന്ത്യയുടെ ഗവർണർ അത് ആരപ്പാ ഇത്? ഞാൻ പിന്നെയാണ് എനിക്ക് കത്തിയത് ഇന്ത്യക്ക് ഗവർണർ ഇല്ല എന്നുള്ള കാര്യം. അപ്പം എൻ്റെ പൊതുബോധം അതായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 2012 ഡൽഹിയിൽ പോയി UPSC പ്രിപ്പറേഷൻ തുടങ്ങിയതെന്ന്. അപ്പോൾ അന്ന് ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു 13-14 കൊല്ലത്തിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആ 2012 വേഴ്സസ് 2026 പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ? സർ, 2012 നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ സൗകര്യമുള്ളൊരു നമ്മളൊരു വീട്ടിൽ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു വളരെ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ട് താമസിക്കേണ്ട ഒരു സൗകര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്. അവിടെ ഒബ്വിയസ്ലി അന്ന് ഇത്രയും പൊല്യൂഷൻ ഇല്ലെങ്കിലും നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ അവിടെ പൊല്യൂട്ടഡ് ആണ്, ക്രൗഡഡ് ആണ്. അതോടൊപ്പം നമ്മുടെ ചെന്ന് കയറുന്ന ഒരു സ്ഥലം, ഇപ്പം നമ്മുടെ സെൻറ്റർ ഒരു അണ്ടർഗ്രൗണ്ട് സെല്ലറിലാണ്. ആ സെല്ലറിൽ ഒരു താഴെ ഗ്രൗണ്ട് ലെവലിലാണ്, താഴെ അതായത് ഭൂമിയുടെ ആ റേഞ്ചിൽ. അപ്പോൾ ഈ ഇടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു വെള്ളം കയറിയെന്നും പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 150 പേര് അതിൻ്റെ അകത്തിരിക്കുന്നു, ചൂട്, പിന്നെ ആകെ ഒരു ബഹളം, പിന്നെ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഹിന്ദി അത്യാവശ്യം നോളജ് ഉണ്ട്, എന്നാലും നമുക്കത് പ്രോസസ്സ് ചെയ്യാനുള്ളത് നമ്മുടെ മദർ ടങ്ങോ നമ്മുടെ ഇംഗ്ലീഷോ ഒന്നുമല്ല, നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആൻഡ് ഫോർച്യുനേറ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറച്ച് കാലമായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസിനൊക്കെ പോയത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പല സെൻറ്റേഴ്സ് എസ്പെഷ്യലി കുറച്ചുകൂടെ വളരെ പ്രൊഫഷണലായിട്ട് വളരെ ഭംഗിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇരിക്കാൻ സൗകര്യമുള്ള എർഗോണോമിക് കസേരകൾ, ആൻഡ് അവിടെ നമ്മൾ കിട്ടിയതൊരു നീൽക്കമലിൻ്റെ കസേരയാണെങ്കിൽ സോ കുട്ടികൾക്ക് സൗകര്യം കൂടി, കുട്ടികൾക്ക് മെൻറ്റേഴ്സ് വരുന്നു. ഞാൻ മെൻറ്റർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടത്. അതുപോലെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അന്നൊക്കെ നമ്മുടെ ചിലപ്പോൾ സീനിയേഴ്സ് ആയിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്, പക്ഷേ ഇതൊരു പ്രൊഫഷണലി ഒരു രീതിയിലേക്ക് മാറി. അതുപോലെ എയർ കണ്ടീഷൻഡ് റൂം, നല്ല വാഷ്റൂംസ്. സോ കുട്ടികളെ സംബന്ധിച്ച് അവരെ നാട്ടിൽ നിന്ന് അവരുടെ ആത്മാഭിമാനത്തോടെ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ പലപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഇത് എക്സ്പെൻസീവ് പ്രോസസ്സാണെന്ന് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വെള്ളം വരെ വാങ്ങണം. അതുപോലെ നമ്മൾ റൂമിൽ താമസിക്കുന്നതിൻ്റെ അന്ന് തന്നെ ഏകദേശം 10-15 രൂപ അടുത്ത് റെൻ്റ് ഉണ്ട് അന്ന് ഡൽഹിയിൽ. അപ്പം അത് കഴിഞ്ഞ് ഫീസ്, അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരണം, പിന്നെ മെൻ്റൽ സ്ട്രെസ്സും. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് സെനാരിയോ ഉണ്ടാവും. അതുപോലെ തന്നെ സാർ നമ്മളെ സഹായിക്കാൻ എന്തോരം ടെക്നോളജി. അന്ന് നമുക്കൊരു വൈഫൈ കണക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലം. ഞാനന്ന് വൈഫൈ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയുടെ നിന്ന് കടം മേടിച്ചു. ഇപ്പം നമുക്ക് എന്താണല്ലോ, നമ്മുടെ ഫോണിൽ ഡാറ്റ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് ChatGPT ജെമിനി പോലത്തെ വലിയ AI റിലേറ്റഡ് നമുക്ക് ആൻസറിനെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ ഫ്രെയിം ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ. അന്നൊരു വിക്കിപീഡിയ ഉണ്ടായിരുന്നു, അതിലെ ഡാറ്റ തന്നെ റിലയബിൾ ആണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ബ്രിട്ടാനിക്ക നോക്കുന്ന കാലം. ആ ഒരു കാലത്ത് നിന്ന് മാറി നമ്മുടെ ആൻസർ നമ്മുടെ വിരൽത്തുമ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ അറിവ് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരുന്നു. സോ നമ്മൾ പണ്ട് റെഫർ ചെയ്തെടുക്കുന്ന ടൈമിൻ്റെ പകുതി മതി ഇപ്പോൾ നമുക്ക് നോളജ് നമ്മുടെ കയ്യിലെത്താൻ. അതുപോലെ യൂട്യൂബ് വീഡിയോസ്, അതുപോലെ പല മെറ്റീരിയൽസ്, ഇപ്പോൾ ഫോർച്യൂൺ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ കൂടെ കുറച്ച് ആസ്പിരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമായി. നമ്മൾ എടുക്കേണ്ട എഫേർട്ടിന് ഒരുപാട് മാറ്റം വന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പതുക്കെ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമായി. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ KS PSC പ്രിപ്പറേഷൻ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഒന്നെന്ന് വെച്ചാൽ സാർ, ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മുടെ വിഷയം. കാരണം നമുക്കപ്പോൾ ആയുർവേദം പഠിച്ച് അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന എത്ര പേര് IAS കിട്ടുന്നുണ്ട്.
അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരെടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഫ്രം ദ സ്ക്രാച്ച് ആയിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഒരു എക്കണോമിക് സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോളിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞു. അവർ ചിന്തിക്കേണ്ടത് യു ഷുഡ് ബി ഫോർച്യുനേറ്റ് ദാറ്റ് യു ഹാവ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ യുവർ ഹാൻഡ്. പിന്നെ രണ്ടാമത് ടൈം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് ഒപ്റ്റിമം യൂസ് ചെയ്യാൻ സമയം നമ്മുടെ ഒരു പറയുന്ന 21 തൊട്ടൊരു 25 അല്ലെങ്കിൽ 28 വരെ ആയിരിക്കാം, 30 വരെ ഓക്കെ, ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് കിട്ടുന്ന നമ്മുടെ സമയം നമ്മൾ അവിടെ ഒരു വളരെ വിലയുള്ള ഒരു കാര്യമായിട്ട് കാണണം. നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. അതൊക്കെ ഉണ്ടായാൽ പോലും യു ഷുഡ് ഓൾവേസ് കം ബാക്ക് ടു യുവർ ബേസ്. ആ ബേസ് ഓക്കെ, കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാം, പക്ഷേ സ്റ്റിൽ യു ഹാവ് ടു ബി ഫോക്കസ്ഡ്. നമ്മുടെ സമയമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് നമ്മൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ പറയുന്ന ഈ സർക്കിളിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയാൽ യു ആർ ലൂസിങ് യുവർ ടൈം. അപ്പം ഏറ്റവും വലുത് സമയമാണ്. പിന്നെ നമ്മളിത് എന്ന് പഠിച്ചായിട്ട് ഞാൻ പറഞ്ഞിട്ട് 2012 എനിക്ക് ഇപ്പോഴാണതിന് ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്കൊരു പ്രൈസ് കിട്ടിയത്. സോ ഇറ്റ് ടുക്ക് നിയർലി 14 years, ഒരു വനവാസം തന്നെ എടുത്തു. എന്നിരുന്നാലും ഇറ്റ് ഡിഡ്ന്റ് ഗോ ഇൻ വെയിൻ. നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് എന്നായാലും തിരിച്ച് കിട്ടും എന്നുള്ളത്. ഞാൻ ഈവൻ എൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും സാർ ഞാൻ ചിന്തിച്ചത്, ഇഫ് അറ്റ് ഓൾ ഐ ഫെയിൽ ഐ ക്യാൻ സ്റ്റിൽ തിങ്ക് ദാറ്റ് മൈ വാർഡ് അല്ല എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഇത് യൂസ് വരാം. സോ എൻ്റെ നോട്ട്സ് ഇപ്പോഴും ഉണ്ട്. സോ അതെന്തെങ്കിലും യൂസ് വരാം. അല്ലെങ്കിൽ ഞാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ കാണുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു ഹിം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള പടം 3: ടൈം, ഹെൽത്ത് ആൻഡ് ഫാമിലി. ഇതെല്ലാം നമ്മുടെ കൂടെ അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. എഫേർട്ട് നമ്മുടേത് മാത്രമാണ്. ബേൺ ഔട്ട് ആവാതെ മുന്നോട്ട് പോയി അച്ചീവ് ചെയ്യുക. അതിനപ്പുറം വേറെ ഒരു കാര്യമില്ല. നൈസ്, താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പം അനുപം പറഞ്ഞ പോലെ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എൻറിച്ചിങ് കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക്സ് സോ മച്ച് അഗൈൻ ഫോർ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.